everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയോട് ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങൾ അത്രയും 100% ഉറപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു പ്രോമിസ് പോലെ പറയാൻ പോവുകയാണ്. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ സ്വയം ചോദിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ആ ഒരു പറയാൻ പോകുന്ന ഒരു കാര്യം, അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറയാൻ പോകുന്ന സമയത്ത് അതൊരു പ്രോമിസ് പോലെയാണ് പറയുന്നത്. ആ ഒരു വാക്ക് ഒരു വെറും വാക്കായി പോവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട, സ്വയം ചോദിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ വ്യക്തിയോട് യഥാർത്ഥത്തിൽ തോന്നിയിട്ടുള്ളത് സ്നേഹം തന്നെയാണോ, അതോ നിങ്ങൾ ജസ്റ്റ് ഒരു ലോൺലിനെസ്, നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു, ലൈക്ക് ഒരു എനിക്ക് ഒറ്റയ്ക്കിരുന്ന് മടുത്തു, അല്ലെങ്കിൽ സിംഗിളായി മടുത്തു, അങ്ങനെ ഒരു കാര്യം കൊണ്ടാണോ നിങ്ങൾ ആക്ച്വലി അവരോട് പറയാൻ പോകുന്നത്, ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ പോകുന്നത്? ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് ആക്ച്വലി ആ വ്യക്തിയോട് അത്ര ഇഷ്ടമുണ്ട്, ജെന്യൂൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, നല്ല കാര്യം. പക്ഷെ നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ലൈഫ് മടുത്തു, അതുകൊണ്ടാണ് അവരോട് പറയാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, നമ്മുടെ ലൈഫിൽ ഗുഡ് ഡേയ്സ് മാത്രമല്ല, ചിലപ്പോൾ ബാഡ് ഡേയ്സും ഉണ്ടായിരിക്കും, അല്ലെ? നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്ട്രഗിൾസും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലൈഫിലെ ബാഡ് ഡേയ്സ് കൂടി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുള്ളൂ, സ്നേഹിക്കാൻ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. കാരണം ഒരാളുടെ ലൈഫിൽ എപ്പോഴും ഗുഡ് ഡേയ്സോ, അല്ലെങ്കിൽ എപ്പോഴും നല്ല കാര്യങ്ങളോ, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ്സോ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ബാഡ് ഡേയ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാഡ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ റെഡി ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്ന കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു കാര്യത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയും റെസ്പോൺസിബിലിറ്റി എങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി റെസ്പെക്ട്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് വൺ, നിങ്ങൾക്കിടയിൽ ഈ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അതോ പരസ്പരം നിങ്ങൾക്ക് വിശ്വസിക്കാനും റെസ്പെക്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അറിയേണ്ട മറ്റൊരു കാര്യം. ഒരുപക്ഷെ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് കുറച്ച് നാൾ വരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു കാര്യവും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇമോഷണൽ സേഫ്റ്റി ഇല്ല, അല്ലെങ്കിൽ ഇമോഷണലി ഇമ്മച്വർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾസ് ആയിരിക്കും. സോ ലവ് മാത്രമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പില്, അതോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു വ്യക്തിയോട് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നു. ഇൻ കേസ് ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ഈ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഫോഴ്സ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം അത് ഓരോ ആളുകളുടെയും തീരുമാനങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിങ്ങളോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ആ ഒരു റിജക്ഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഫൈനലി, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ അറ്റൻഷൻ ജസ്റ്റ് ഒന്ന് കിട്ടണം, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം. അതല്ലാതെ ഒരു കമ്മിറ്റഡ് ആവാനോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാനോ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ജസ്റ്റ് ഒരു അറ്റൻഷൻ കിട്ടണം, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ഇഷ്ടം പറയരുത്. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വെയിറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ ബാധിക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഇഷ്ടം പറയാൻ പോകുന്നതിന് മുൻപ് 100% ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മളൊരു വ്യക്തിയോട് ഇഷ്ടം പറയാൻ പോകുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ ഇഷ്ടം പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ജസ്റ്റ് സ്വയം ചോദിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ സ്വയം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്
ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്